അന്ന് ഞാൻ പറയില്ല. കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പം അത് മാത്രമായിട്ട് ഞാൻ ഒതുങ്ങിയിട്ടില്ല. എനിക്ക് ക്യാരക്ടറുകളും വന്നിട്ടുണ്ട്, വിചാരിക്കാത്ത ഇപ്പൊ സൂത്രധാരൻ പോലത്തെ വേഷങ്ങള് അതും വന്നിട്ടുണ്ട്. അതൊക്കെ എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഭാഗ്യമാണ്. ഇതിന് ശേഷം പിന്നെ ബ്രേക്ക് തന്ന ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ബിന്ദു പണിക്കർ എന്നുള്ള നടിയിൽ നമുക്ക് ഏറ്റവും ആദ്യം പിന്നെ ഓർമ്മ വരുന്നത് സൂത്രധാരനിലെ ക്യാരക്ടറാണ് ചേച്ചി ചെയ്തത്. എന്റെ ദൈവമേ, ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന ചേച്ചിയെ അല്ല ആ സിനിമയിൽ കാണാൻ പറ്റുന്നത്. ചേച്ചി ചോദിച്ചില്ല ലോഹിത് ചേട്ടനോട് ഇത്രയും സോഫ്റ്റ് ആയി എന്നെ പിടിച്ച് എങ്ങനെയാ സാറിന് ഇത്രയും വലിയ? ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഞാൻ എന്റെ ഉള്ളില് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം എങ്ങനെയായിരിക്കും ഇപ്പൊ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ ലൊക്കേഷനിൽ വരുമ്പോൾ നമ്മളെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്നെ ഏൽപ്പിച്ചെന്ന് ഞാൻ എന്നോട് തന്നെ സ്വയം ചോദിച്ചിട്ടുണ്ട്. അവരോടൊന്നും ചോദിക്കാൻ പോയിട്ടില്ല. പിന്നെ അത് എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് അത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിട്ട് നമുക്കത് തെളിയിച്ച് കാണിച്ചു കൊടുക്കുക. നമ്മളത് വർക്ക് ചെയ്ത് അല്ലേ, ഏത് ക്യാരക്ടർ വന്നാലും ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളൊരു അങ്ങനെ ചെയ്തതാണ് ആ സിനിമ. ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ ആവശ്യമുള്ള ഒരു സിനിമയായിരുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു തടി വേണം എന്നുണ്ടായി. അപ്പൊ ഫസ്റ്റ് എന്നെ വിളിക്കുമ്പോ ബ്ലെസ്സി ചേട്ടനായിരുന്നു അന്ന് സാറിന്റെ അസോസിയേറ്റ്. അപ്പൊ വിളിച്ചപ്പോ പിന്നെ വണ്ണം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇനി കൂടി പറഞ്ഞാ ഇനിയിപ്പോ ഇത് ഉള്ള ക്യാരക്ടർ പോവോ, ഇനി കുറഞ്ഞെന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ കൂടിയിട്ടൊന്നുമില്ല. എന്നാ അപ്പൊ ഞാൻ ലൊക്കേഷനിൽ ഫസ്റ്റ് വന്നിട്ട് 10 days ഞാൻ തിരിച്ചു വന്നു. പിന്നെ നന്നായിട്ട് കഴിച്ചോട്ടോ അപ്പൊ തടി കൂടാ. ഓൾറെഡി അപ്പൊ നല്ല തടിയുണ്ട്. അപ്പൊ സന്തോഷമായി. കാരണം അവിടെ ഫുഡ് കണ്ടാൽ അവിടെ തടിക്കുന്ന കൂട്ടത്തില്ല. അപ്പൊ പിന്നെ തടിച്ചു. പിന്നെ അതില് വീണ്ടും നമ്മൾ 1-2 ഡ്രസ്സൊക്കെ നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടൊക്കെ ഉണ്ട്. അതായത് 2-3 ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഉണ്ട്. അങ്ങനെ സൈസ് ഉണ്ട് ഓൾറെഡി. പക്ഷെ ഒന്നുകൂടെ അതിലുള്ളില് ഡ്രസ് ഇട്ടിട്ടുണ്ട്. 1-2 ഒന്നുമില്ല. ആ സെറ്റിൽ വെച്ച് തന്നെയാണ് മലയാള സിനിമയിൽ നമുക്ക് മീര ജാസ്മിൻ ആദ്യമായിട്ട് അഭിനയിച്ചതും സൂത്രധാരൻ. നമ്മൾ കണ്ടു നിന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ടോ അന്നത്തെ മീര ജാസ്മിന്റെ പെർഫോമൻസ്? അന്ന് വിചാരിച്ചോ മീര ജാസ്മിൻ ഇത്രയും വലിയ? ഇല്ല, നമുക്കറിയില്ലല്ലോ. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ മീര ജാസ്മിനുമായിട്ടുള്ള അന്നത്തെ സെറ്റില് അഭിനയിക്കുമ്പോഴുള്ള എന്തെങ്കിലും? എന്താ, കുട്ടി നന്നായിട്ട് അഭിനയിക്കും. പിന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് പുതിയ കുട്ടിയാണ്. പക്ഷെ പുതിയ ഫസ്റ്റ് മൂവിയാണെന്നൊന്നും പറയില്ല കുട്ടി അഭിനയിക്കണ കണ്ടാല്. നന്നായിട്ട്, പിന്നെ എന്താ പറയാ, നന്നായിട്ട് തന്നെ ചെയ്തു. ആ ഇന്നസെന്റ് ഗേളിന്റെ എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ആക്ടിങ്ങിലാണെങ്കിലും. പിന്നീട് അതേ മീര ജാസ്മിനായിട്ട് പിന്നെയും പിൽക്കാലത്ത് 2-3 സിനിമകൾ ഞാൻ രസതന്ത്രം വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട്. പിന്നെ ആർട്ടിസ്റ്റിന് ഒരുപാട് അവർ ഇമ്പ്രൂവ്മെന്റ് ആയിട്ടേ ഉള്ളൂ. കൽക്കട്ട ന്യൂസ് അടിപൊളി. ഇതേപോലെ ലോഹിത് ചേട്ടന്റെ സിനിമകളിൽ എപ്പോഴും ചേച്ചിക്ക് ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു ഭയങ്കര റോള് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഫസ്റ്റ് മൂവി തന്നെ കമലദളം എന്ന് പറയുന്നത് ലോഹിത് സാറാണ് സ്ക്രിപ്റ്റ്. പിന്നെ വളയം, പിന്നെ വാത്സല്യം, അങ്ങനെ ആ കാലഘട്ടങ്ങളില് ജോക്കർ, ഒരുപാട് പടങ്ങളുണ്ട് അങ്ങനെ പറയാം. പക്ഷെ അന്നൊക്കെ ഒരുപക്ഷെ ബിന്ദു പണിക്കറായിട്ട് മാറിയത് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടിയത് കൊണ്ടാണ്. ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളില്